കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന ഹൈക്കോടതി. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. കണ്ണൂർ ഡിഐജിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം തുടരാമെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകും. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നാരോപിച്ചുകൊണ്ടാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയിലെത്തിയത്. മാത്രമല്ല, ഈ കേസിൽ കുറ്റവാളികളായ ആളുകൾക്ക് വലിയ ഭരണസ്വാധീനമുണ്ട്. അതുകൊണ്ട് കേരള പോലീസ് അന്വേഷിച്ചാൽ അന്വേഷണം തൃപ്തികരമാവില്ല, സുതാര്യമാവില്ല എന്നതായിരുന്നു ഈ ഹർജിയിലെ ആവശ്യം. അതുകൊണ്ട് തന്നെ സിബിഐ അന്വേഷിക്കണം ഇതായിരുന്നു. അപ്പോൾ ഈ അന്വേഷണ ആവശ്യ ഹർജി വന്നപ്പോൾ തന്നെ സിബിഐ അന്വേഷണത്തിന് തയ്യാറായിരുന്നു. പക്ഷേ സർക്കാർ പറഞ്ഞത് ഇതിൽ സുതാര്യമായ അന്വേഷണം നടക്കുകയാണ്. കണ്ണൂർ DIGയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു. കണ്ണൂർ SP ആണ് അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുന്നത്. അങ്ങനെ സുതാര്യമായ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് തന്നെയാണ് സർക്കാർ നിലപാട്. അത് കോടതി പരിഗണിച്ചു. കേസ് ഡയറി പരിശോധിച്ചു. കേസിൻ്റെ ഇതുവരെയുള്ള നാൾവഴികൾ കോടതി വിശദമായി തന്നെ പരിശോധിക്കുകയും അതിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്നാണ് CBI അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് എത്തിയത്. ഇന്ന് പുറപ്പെടുവിച്ച ഉത്തരവിൽ കോടതി പറയുന്നത് CBI അന്വേഷണം ആവശ്യമില്ല എന്ന് തന്നെയാണ്. ഇതുവരെ നടന്ന അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കോടതി. ഒപ്പം തന്നെ ഇപ്പോൾ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന കണ്ണൂർ DIGയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം അതേ രീതിയിൽ പുരോഗമിക്കട്ടെ. അന്വേഷണത്തിൻ്റെ പുരോഗതി ബന്ധുക്കളെ, ഈ പരാതിക്കാരായ ബന്ധുക്കളെ യഥാക്രമം അറിയിക്കുക. കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ DIG കൃത്യമായി പരിശോധിക്കണം. അനുമതിയോടുകൂടി മാത്രമേ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാവൂ തുടങ്ങിയ കുറേ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസിൽ സർക്കാരിനെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയും ഒക്കെ പ്രതിപക്ഷം വലിയ ആരോപണം ഉന്നയിച്ച ഒരു കേസിലാണ് പോലീസ് അന്വേഷണം തൃപ്തികരമാണ് എന്ന നിലപാടിലേക്ക് കോടതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്ന് ലഭിച്ച ഒരു അംഗീകാരമാണിത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്ന് ലഭിച്ച ഒരു തിരിച്ചടിയാണിത് എന്ന് പറയാം. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പുരോഗമിക്കട്ടെ, തുടരട്ടെ എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. ഈ നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ ഇതിനോട് പ്രതികരിച്ചത് ഇക്കാര്യത്തിൽ അപ്പീൽ സമർപ്പിക്കും എന്നാണ്. ഇപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.